ശബരിമലയിൽ ADGPയുടെ അമിതാധികാരം എന്ന റിപ്പോർട്ട് ഇന്റലിജൻസ് റിപ്പോർട്ടിലാണ് ഈ ആരോപണമുള്ളത്. ദേവസ്വം ബോർഡിന്റെ അധികാരത്തിൽ കടന്നുകയറി പ്രത്യേക താൽപര്യത്തിൽ ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും നിയോഗിച്ചു. പമ്പയിലെ പാർക്കിംഗ് ADGPയുടെ പ്രത്യേക നിയന്ത്രണത്തിലാക്കിയെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അനന്തൻ, പുതിയത് ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ പറയൂ. ആര്യ, ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇന്റലിജൻസ് വിവരങ്ങൾ പുറത്തു വരികയാണ്. ADGPയുടെ നീക്കങ്ങൾ സംബന്ധിച്ച് പല ഘട്ടങ്ങളിൽ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന നിലയ്ക്ക് ശബരിമലയിൽ ADGP അമിതാധികാരം പ്രയോഗിച്ചു ആണ് ഒരു ഇന്റലിജൻസിൻ്റെ ഒരു റിപ്പോർട്ടിൽ ഉള്ളത്. അവിടെ കൂടുതൽ അധികാരം പോലീസിലേക്ക് മാറ്റുന്ന രീതിയിൽ ഇടപെട്ടു. ദേവസ്വം ബോർഡിൻ്റെ അധികാരങ്ങളിൽ പോലും ADGP ഇടപെട്ടു എന്ന് ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ പമ്പയിലെ പാർക്കിംഗ് അത് ദേവസ്വം ബോർഡ് പോലീസിനും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും ഒക്കെയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നതാണ്. അത് സ്വന്തം നിയന്ത്രണത്തിലാക്കി അവിടെ മറ്റ് ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കോ പാർക്കിംഗ് ചെയ്യാനുള്ള അവസരം നിഷേധിച്ചു എന്ന ഒരു ആരോപണം കൂടി ഈ റിപ്പോർട്ടിൽ ഉണ്ട്. അതിനുവേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പമ്പയിലും സന്നിധാനത്തും പ്രത്യേക സ്വന്തം താല്പര്യപ്രകാരമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പോലീസുകാരെയും ഒക്കെ നിയോഗിച്ചു എന്നുള്ള വിവരം കൂടി ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിലുണ്ട്. അതായത് അതിനൊപ്പം തന്നെ ദേവസ്വം പ്രസിഡന്റിനോട് അസുഖകരമായി പെരുമാറിയെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ശബരിമലയിലുള്ള കഴിഞ്ഞ സീസണിലൊക്കെ പോലീസിൻ്റെ ഇടപെടൽ വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു. അവിടെ പോലീസ് അമിതമായി ഇടപെടുന്നു എന്ന് ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ്. അവിടുത്തെ ചില ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് 18-ാം പടിയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പോലീസിൻ്റെ ക്രമീകരണങ്ങൾ അവിടെ തിരക്ക് വർദ്ധിപ്പിക്കുന്നതിനും നിലയ്ക്കലിലൊക്കെ വാഹന ഗതാഗതം ബ്ലോക്ക് ആവുന്നതിനുമൊക്കെ കാര്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അന്നൊക്കെ പോലീസിനെതിരെ വലിയ ആരോപണങ്ങളും ഉയർന്നതാണ്. ഇപ്പോൾ അതിലേക്കൊക്കെ കൂട്ടി വായിക്കാവുന്ന രീതിയിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേക രീതിയിൽ അമിതാധികാരം ശബരിമലയിൽ ADGP പ്രയോഗിച്ചിരുന്നു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിലുള്ളത്. ഏതായാലും MR അജിത് കുമാറിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ DGPയുടെ ഓഫീസ് തേടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് RSS നേതാക്കളെ നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശദാംശങ്ങൾ നേരത്തെ തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതായത് ആഭ്യന്തര വകുപ്പിന് MR അജിത് കുമാറും ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെ പറ്റി നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു എന്ന് ഉള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ആ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ട്. വിശദമായി തന്നെ അന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഈ ADGP MR അജിത് കുമാറിൻ്റെ ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്. ഡിസംബർ 22-ന് അതായത് ഈ ADGPയുടെ അമിതാധികാരത്തെ കുറിച്ച് ഓരോ സമയത്തും കൃത്യമായ ധാരണ അല്ലെങ്കിൽ കൃത്യമായ അറിവ് തെളിവ് സഹിതം മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ മുന്നിലേക്ക് എത്തിയിരുന്നു. എന്നിട്ടും മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയൻ ഒന്നും ചെയ്തില്ല. അങ്ങനെ തന്നെയല്ലേ അനന്തൻ? തീർച്ചയായിട്ടും ADGPയുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകൾ ആഭ്യന്തര വകുപ്പിൻ്റെ പക്കൽ ഉണ്ടായിരുന്നു. എന്നിട്ടും അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണമോ അതല്ലെങ്കിൽ ഒരു തെറ്റുതിരുത്തലോ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അത് കൂടുതൽ അമിതാധികാര പ്രയോഗത്തിലേക്ക്, നമുക്കറിയാം ADGP MR അജിത് കുമാറിനെ കുറിച്ച് പോലീസ് സേനയിൽ തന്നെ വിശേഷിപ്പിക്കുന്നത് സൂപ്പർ DGP എന്നാണ്. DGPക്ക് പോലും ചില ഘട്ടങ്ങളിൽ ADGPയെ നിയന്ത്രിക്കുന്ന തരത്തിൽ സർക്കുലർ ഇറക്കേണ്ടി വരികയും കാരണം കാണിക്കൽ നോട്ടീസ് നൽകേണ്ടിയും ഒക്കെ വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് വിശദമായി തന്നെ അതിൻ്റെ സമയം, ഏതൊക്കെ ദിവസങ്ങളിലാണ് കൂടിക്കാഴ്ച നടത്തിയത്, എത്രത്തോളം ദൈർഘ്യമുള്ള കൂടിക്കാഴ്ച ആയിരുന്നു എന്നതടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. ഒരുപക്ഷെ അന്ന് അപ്പോഴാണ് ദുരൂഹത വർദ്ധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിവരം ലഭിച്ചിട്ടും ആഭ്യന്തര വകുപ്പ് ഇടപെടാതിരുന്നത്? അപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മധ്യവർത്തിയായി ADGP പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉയരുന്നത്. എന്തിനാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നത്. കാരണം CPMൻ്റെ പ്രഖ്യാപിത നിലപാട് RSSന് എതിരാണ്. ആ ഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പിലെ തന്നെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ RSS നേതാക്കളുമായി കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ച് വിവരങ്ങൾ കിട്ടുമ്പോൾ മുഖ്യമന്ത്രി സ്വാഭാവികമായും അതേപ്പറ്റി അന്വേഷിക്കേണ്ടതാണ്. അത് ഉണ്ടായില്ല എന്നാണ് നമുക്ക് ഇതുവരെയുള്ള നടപടികളിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ആഭ്യന്തര വകുപ്പ് കൂടി ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്തേക്ക് വരികയാണ്. ആര്യ, ഇപ്പം നോക്ക്, ഇത്രയധികം വിഷയം ഉണ്ടായിട്ടും അനന്തൻ ഇങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായി മറ്റേത് മുഖ്യമന്ത്രിയുടെ ടേബിളിന് മുന്നിൽ മാത്രം ഇരുന്ന വിവരമാണ്. ഇപ്പോൾ അതല്ല. ഇപ്പോൾ കേരളത്തിന് മുന്നിലേക്ക് ഈ ഏത് രീതിയിലാണ് ADGP MR അജിത് കുമാർ ഓരോ വിഷയത്തിലും തന്റെ പവർ ഉപയോഗിച്ചതെന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇതേപ്പറ്റി ഒരു അക്ഷരം ഉരിയാടാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഇനി എത്ര കാലം ഈ മൗനം തുടരാൻ കഴിയും? ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന വിഷയങ്ങളിൽ CPM
പൂർണ്ണമായും അതിൽ നിന്ന് കൈയൊഴിഞ്ഞു. അത് സർക്കാരും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ഒരു തീരുമാനത്തിലെത്തട്ടെ എന്നുള്ള നിലപാടിലേക്കാണ് പാർട്ടി എത്തിയിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് ഇനിയുള്ള നടപടികളിലേക്ക് കടക്കേണ്ടത്. അത് എപ്പോഴുണ്ടാകും, അല്ലെങ്കിൽ എന്ത് നടപടിയാണ് ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നത്, മുഖ്യമന്ത്രി ആലോചിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമല്ല. ഏതായാലും RSS നേതാക്കളുമായി ബന്ധപ്പെട്ട സന്ദർശനം, അക്കാര്യത്തിൽ DGP തലത്തിൽ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്നത് PV അൻവർ MLA-യുടെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന DGP തല അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന് മുൻപേ തന്നെ ഈ RSS സന്ദർശനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ADGP-യെ ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതല്ലെങ്കിൽ അദ്ദേഹം ലീവിൽ പോകുമ്പോൾ 4 ദിവസത്തെ ലീവ് ചോദിച്ചിട്ടുണ്ട്, അത് അനുവദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ലീവിൽ പോകുന്ന സമയത്ത് പോലീസിലൊരു അഴിച്ചുപണി നടത്തുകയും ADGP-യെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു ആലോചനയും നടക്കുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും ADGP സംസ്ഥാന പോലീസിൽ ഒരു DGP-ക്ക് അപ്പുറം ഒരു അമിതാധികാരം പ്രയോഗിച്ചിരുന്നു എന്ന് തെളിവാകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ശബരിമലയിൽ കഴിഞ്ഞ മകരവിളക്ക് സീസണിൽ